ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ EMF കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ when an alternate voltage V1 is applied across the primary of the transformer, a flux phi is developed around the core and is uniformly distributed. Flux phi established in core is alternating in nature can be expressed as phi is equal to phi m cos omega t. നമ്മൾ E1 is equal to minus n1 by d5 by dt എന്ന് എഴുതുക. എന്നിട്ട് ഈക്വൽ n1 d by dt ഫൈയുടെ വാല്യൂ phi m cos omega t എഴുതുക. അപ്പോൾ പ്ലസ് n1 phi m sin omega t ഇൻറ്റു ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒമേഗ n1 phi m sin omega t em1 sin omega t em1 is equal to n1 omega phi m. E1 is equal to em1 divided by root 2. അപ്പോൾ em1ൻ്റെ ആ ഇക്വേഷൻ n1 ഒമേഗ phi m divided by root 2 എഴുതുക. എന്നിട്ട് n1 ഇൻറ്റു 2 pi f ഇൻറ്റു phi m divided by root 2 എന്നിട്ട് അടുത്ത ഇക്വേഷനാണ് മെയിനായിട്ട് വരുന്നത്. ആ ഇക്വേഷൻ കംപ്ലീറ്റ് E1 is equal to 4.44 into f5 fm n1 volts. ആ ഇക്വേഷൻ അങ്ങ് നമ്മൾ താഴെ വരുന്ന E1 വന്ന ഇക്വേഷൻ കണ്ടല്ലോ, ലാസ്റ്റ് വന്ന ഇക്വേഷൻ. എന്നിട്ട് അതേപോലെയാണ് E2 കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് വോൾട്ടേജ് ട്രാൻസ്മിഷൻ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ EMF ഇൻഡ്യൂസ്ഡ് പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഗിവൺ ബൈ E2 by E1. അപ്പോൾ E2 by E1 ചെയ്യുമ്പോൾ N2 by N1 വരും. എന്നിട്ട് V2 by V1 ചേർത്ത് ഈസ് ഈക്വൽ ടു K. അടുത്ത ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആക്കുന്ന ഇക്വേഷൻ V2 ഇൻറ്റു I2 ഈക്വൽ V1 ഇൻറ്റു I1. I2 by I1 ഈക്വൽ ടു V1 by V2 ഈസ് ഈക്വൽ ടു 1 by K. അങ്ങനെ ഒരു ഇക്വേഷൻ. നമ്മൾ ഇനിയാണ് അടുത്ത പ്രോബ്ലമാണ്. ആൻ ഐഡിയൽ 50 kVA ട്രാൻസ്ഫോമർ ഹാസ് 300 ടേൺസ് പ്രൈമറി, 200 ടേൺസ് സെക്കൻഡറി. പ്രൈമറി ക്യാരീസ് ലോഡ് കറണ്ട് 20 ആംപിയർ, ഫ്രീക്വൻസി 50 ഹെർട്സ്. ഫൈൻഡ് ദ ഫോളോയിങ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ തന്നിട്ടുണ്ട്. V1 I1ൻ്റെ വാല്യൂ ആണ് ഇൻപുട്ട് പവറിൻ്റെ 50 kVA തന്നിട്ടുണ്ട്, അത് എഴുതുക. N1 800, N2 200, I1 20 ആംപിയർ, F is equal to 50 ഹെർട്സ്. E1 പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF E1 is equal to V1 എഴുതുക. എന്നിട്ട് ഇതങ്ങ് N2 by N1 V2 by V1 ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷനിൽ 200 by 800, അപ്പോൾ 1/4 കിട്ടി. V1 I1 equal 50 into 10 raised to 3. V1 equal 50 into 10 raised to 3 by divided by I1 and divided by 20. V1 is equal to 2500 volt. V2 by V1 is equal to 1/4. V2 is equal to 2500 divided by 4. 625 വോൾട്ടേജ് നമുക്ക് കിട്ടുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ V2 കിട്ടി. E2 V2 സെയിം ആയിരിക്കും. E1 V1 സെയിം ആണ്. ഇപ്പോൾ സെക്കൻഡറി കറണ്ടാണ് നമുക്ക് ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട. അപ്പോൾ I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 by V1 ഈക്വൽ I1 by I2. അപ്പോൾ ഈക്വൽ 1/4. I1 ഈസ് ഈക്വൽ ടു 20 ആംപിയർ. അപ്പോൾ I2 ഈക്വൽ 4 ഇൻറ്റു I1, 4 ഇൻറ്റു 20 ആംപിയർ ചെയ്യുക. അപ്പോൾ 80. എന്നിട്ടാണ് ലാസ്റ്റ് മാക്സിമം ഫ്ലക്സ് E1 കണ്ടുപിടിക്കുക. E1 കണ്ടുപിടിക്കേണ്ട ആ ഇക്വേഷൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. E1 ഈസ് ഈക്വൽ 4.44 f5 m n1 വോൾട്സ്. എന്നിട്ട് അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാക്കിയെല്ലാം E1 എല്ലാം തന്നിട്ടുണ്ട്. 5m കണ്ടുപിടിക്കണം. 5m കണ്ടുപിടിക്കുമ്പോൾ E1 ഡിവൈഡ് ബൈ ബാക്കി 4.4
4 ഇൻറ്റു എഫ് ഇൻറ്റു N1 അത് ചെയ്യുമ്പോൾ 0.014 കിട്ടും. 0.014 വെബറാണ് ആൻസർ വരുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് 6600 by 440 വോൾട്ടേജ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ 600 കിലോ വോൾട്ട് ട്രാൻസ്ഫോമർ 1200 പ്രൈമറി ടേൺസ്. ട്രാൻസ്ഫോമർ റേഷ്യോ കണ്ടുപിടിക്കണം. അതിൽ V1 V1 6600 വോൾട്ടേജും V2 440 വോൾട്ടേജും നമ്മളെടുക്കുന്നു. N1 1200 എടുക്കുന്നു. എന്നിട്ട് ലോഡ് അറ്റ് ദ സെക്കൻഡറി 400 ഇൻറ്റു 10 ക്യൂബ് വാട്ട്. PF ഈസ് ഈക്വൽ ടു 0.88 ലാഗും കൂടി എടുക്കുന്നു. K ഈസ് ഈക്വൽ ടു V2 ബൈ V1. 440 ഡിവൈഡ് ബൈ 6600 ഇപ്പോൾ 1/15 കിട്ടും. ആൻസർ K കിട്ടിക്കഴിഞ്ഞ്. സെക്കൻഡറി ടേൺസ് N2 ഈസ് ഈക്വൽ ടു E2 ബൈ E1. E2 ബൈ E1 വരുമ്പോൾ 1/15 നമുക്ക് തന്നിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് 1/15 ഇൻറ്റു 1200 80. വോൾട്ടേജ് പെർ ടേൺ E1 ബൈ N1 6600 ഡിവൈഡ് ബൈ 1200 അപ്പോൾ 5.5 വോൾട്ടേജ് കിട്ടി വോൾട്ടേജ് പെർ ടേണിൽ. ലോഡ് അപ്ലൈഡ് ഇൻ കിലോ KVA. SC ഈസ് ഈക്വൽ ടു P/08. പവറും ഇതും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 400 × 10⁻³ ഡിവൈഡ് ബൈ 0.8 ഡിവൈഡ് ചെയ്യുമ്പോൾ 500 KVA കിട്ടും. എന്നിട്ട് സെക്കൻഡറി കറണ്ട് I2 നമുക്ക് ഇക്വേഷൻ വെച്ച് V1 I1 ഡിവൈഡ് ബൈ V2 I2 V2 I1 V1 ആ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V2 കണ്ടുപിടിക്കാനുള്ള V2ൻ്റെ ഇക്വേഷൻ ഫോം ചെയ്ത് V2 കിട്ടി, I2 കിട്ടുകയും ചെയ്തു. I2 കിട്ടുന്നതോടെ ആൻസർ കറക്റ്റ് ആവുന്നു. ഇതാണ് സിമ്പിളായ പ്രോബ്ലംസാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഒരു മൊഡ്യൂളാണ്. EMF ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് വ്യക്തമായി ഇത് ചെയ്ത് പഠിക്കണം. ഈ പ്രോബ്ലംസും മിക്കവാറുമുള്ള ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ഞാൻ പറയുന്നുണ്ട്. പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഈ EDCയുടെ 3rd മൊഡ്യൂളിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തിയറി ഇനിയും എടുക്കാനുണ്ട് പോർഷൻസ്. അതുകൊണ്ട് ഞാനത് എത്രയും പെട്ടെന്ന് എടുത്തു തീർക്കുന്നതുമാണ്. നിങ്ങൾ നമ്മുടെ ഡിസംബറിങ് എടുത്ത് ഇപ്പോൾ ഞാൻ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ഉണ്ട്. അടുത്ത നമ്മൾ ട്രാൻസ്ഫോമറിലെ പ്രോബ്ലംസ് കുറേ ഉണ്ട്. അത് കുറേ ഞാൻ ഉടൻ ഇടുന്നുണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് എത്രയും പെട്ടെന്നും ഇങ്ങനെ പറയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ചെയ്ത് പഠിക്കുക ഈ പ്രോബ്ലംസ്. എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങളുടെ സപ്ലി തീർക്കാൻ പെട്ടെന്ന് നോക്കുക. താങ്ക് യു വെരി മച്ച്.